ആദ്യത്തെ ചോദ്യം ഇതാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ചോദ്യം ഇതാണ്. ഒരു കുതിരശക്തി അഥവാ ഒരു ഹോഴ്സ് പവർ എന്നത് എത്ര വാട്ട്സിന് തുല്യമാണ്? ഉത്തരം 746 വാട്ട്സ്. ഒരു കുതിരശക്തി അഥവാ ഒരു ഹോഴ്സ് പവർ എന്നത് 746 വാട്ട്സിന് തുല്യമാണ്. അടുത്ത ചോദ്യം ഇതാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്? ഉത്തരം 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. അടുത്ത ചോദ്യം ഇതാണ്. മനുഷ്യരിൽ മുഖത്ത് എത്ര അസ്ഥികളാണ് ഉള്ളത്? മനുഷ്യരുടെ മുഖത്ത് എത്ര അസ്ഥികളാണ് ഉള്ളത്? ഉത്തരം 14 അസ്ഥികൾ. മനുഷ്യരിൽ മുഖത്ത് ആകെ 14 അസ്ഥികളാണ് ഉള്ളത്. അടുത്ത ചോദ്യം ഇതാണ്. മത്സ്യത്തിൻ്റെ ഹൃദയത്തിന് എത്ര അറകളാണ് ഉള്ളത്? മത്സ്യത്തിൻ്റെ ഹൃദയത്തിന് ആകെ എത്ര അറകളാണ് ഉള്ളത്? ഉത്തരം 2 അറകൾ. മത്സ്യത്തിൻ്റെ ഹൃദയത്തിന് ആകെ 2 അറകളാണ് ഉള്ളത്. അടുത്ത ചോദ്യം ഇതാണ്. ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? ഉത്തരം ആർഗൺ. ആർഗൺ എന്ന വാതകമാണ് ഇലക്ട്രിക് ബൾബുകളിൽ നിറച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം ഏതാണ്? പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1951. പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് 1951. അടുത്ത ചോദ്യം ഇതാണ്. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏതാണ്? പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏതാണ്? ഉത്തരം കരിമ്പ്. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യമാണ് കരിമ്പ്. അടുത്ത ചോദ്യം ഇതാണ്. സൂര്യപ്രകാശ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ്റെ പേര് എന്താണ്? സൂര്യപ്രകാശ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ്റെ പേര് എന്താണ്? ഉത്തരം വൈറ്റമിൻ ഡി. സൂര്യപ്രകാശ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അടുത്ത ചോദ്യം ഇതാണ്. ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ജോൺ ഡാൾട്ടൺ. ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. അടുത്ത ചോദ്യം ഇതാണ്. ശരീരത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിവുള്ള മത്സ്യം ഏതാണ്? ശരീരത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിവുള്ള മത്സ്യം ഏതാണ്? ഉത്തരം ഈൽ. ശരീരത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള മത്സ്യമാണ് ഈൽ മത്സ്യം. അടുത്ത ചോദ്യം ഇതാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം AR രാജരാജവർമ്മ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. അടുത്ത ചോദ്യം ഇതാണ്. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേര് എന്താണ്? ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേര് എന്താണ്? ഉത്തരം ഗസ്റ്റപ്പോ. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേരാണ് ഗസ്റ്റപ്പോ. അടുത്ത ചോദ്യം ഇതാണ്. നട്ടലില്ലാത്ത ഏറ്റവും വലിയ ജീവിയുടെ പേര് എന്താണ്? നട്ടലില്ലാത്ത ഏറ്റവും വലിയ ജീവിയുടെ പേര് എന്താണ്? ഉത്തരം ഭീമൻ സ്ക്വിഡ്. നട്ടലില്ലാത്ത ഏറ്റവും വലിയ ജീവിയുടെ പേരാണ് ഭീമൻ സ്ക്വിഡ്. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധത്തിൻ്റെ പേര് എന്താണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം പ്ലാസി യുദ്ധം. 1757 നടന്ന പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമായി അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ച ദേശീയ നേതാവ് ആരാണ്? ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ച ദേശീയ നേതാവ് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. രവീന്ദ്രനാഥ് ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ച ദേശീയ നേതാവാണ് മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം ഇതാണ്. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തി ആരാണ്?
ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തി ആരാണ്? ഉത്തരം യൂറി ഗഗാറിൻ. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തിയാണ് യൂറി ഗഗാറിൻ. അടുത്ത ചോദ്യം ഇതാണ്: ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം രാകേഷ് ശർമ്മ. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. അടുത്ത ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിലാണ് നെട്ടുകാൽത്തേരി. Do you believe you can do anything?